Hi students, in the previous class we learned the formulae for sin x plus y, cos x plus y, tan x plus y and also sin x minus y, cos x minus y and tan x minus y. Now we will find the formulae for cot x plus y and cot x minus y. Cot x plus y equal to cos x plus y by sin x plus y. ഇനി cos x plus yയുടെയും sin x plus yയുടെയും ഫോർമുല കൊടുക്കുക. അപ്പോൾ ന്യൂമറേറ്ററിൽ cos x cos y മൈനസ് sin x sin y ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ sin x cos y plus cos x sin y. Now divide both numerator and denominator by sin x sin y. Then we get cos x cos y by sin x sin y minus sin x sin y by sin x sin y whole divided by sin x cos y by sin x sin y plus cos x sin y by sin x sin y. ന്യൂമറേറ്ററിൽ ഫസ്റ്റ് ടേമിൽ cos x by sin xന് cot x എന്നും cos y by sin yക്ക് cot y എന്നും കൊടുക്കുക മൈനസ് സെക്കൻഡ് ടേമിൽ sin x sin y ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 1 വരും ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആദ്യത്തെ ടേമിൽ sin x by sin x ക്യാൻസൽ ചെയ്ത് പോകും cos y by sin yക്ക് cot y എന്ന് എഴുതാം പ്ലസ് ലാസ്റ്റ് ടേമിൽ sin y ക്യാൻസൽ ചെയ്ത് പോകും cos x by sin x cot x. Therefore cot x plus y is equal to cot x cot y minus 1 divided by cot y plus cot x. Now to find the formula for cot x minus y, put y equal to negative y. Then we get cot x minus y equal to cot x into cot negative y minus 1 divided by cot negative y plus cot x. ഇനി cot negative y എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് cot y ആണ്. Then we get negative cot x cot y minus 1 divided by negative cot y plus cot x. ന്യൂമറേറ്ററിൽ നെഗറ്റീവ് കോമൺ ആണ്, അത് ഔട്ട്സൈഡ് എടുക്കുക, എന്നിട്ട് അത് ഡിനോമിനേറ്ററിന് കൊടുക്കുക. Then we get cot x cot y plus 1 divided by cot y minus cot x. Therefore cot x minus y equal to cot x cot y plus 1 divided by cot y minus cot x. Now we will find the trigonometric functions of angle pi by 2 plus x. Sin pi by 2 plus x equal to sin pi by 2 into cos x plus cos pi by 2 into sin x. Sin x plus yയുടെ ഫോർമുല അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇതിൽ sin pi by 2ന് 1 എന്നും cos pi by 2ന് 0 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ cos x എന്ന് കിട്ടും. നെക്സ്റ്റ് cos pi by 2 plus x. ഇവിടെ cos x plus yയുടെ ഫോർമുല അപ്ലൈ ചെയ്യാണ്. ദെൻ വി ഗെറ്റ് cos pi by 2 into cos x മൈനസ് sin pi by 2 into sin x. cos pi by 2ന് 0 എന്നുള്ള വാല്യൂയും sin pi by 2ന് 1 എന്നുള്ള വാല്യൂയും കൊടുത്താൽ നമുക്ക് നെഗറ്റീവ് sin x എന്ന് കിട്ടും. sin pi by 2 plus xും cos pi by 2 plus xും നമുക്ക് കിട്ടി. അപ്പോൾ ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് അത് വെച്ചിട്ട് എഴുതാൻ പറ്റും. sin pi by 2 plus x is cos x, cos pi by 2 plus x is negative sin x, then tan pi by 2 plus x will be negative cot x, cosec pi by 2 plus x is sec x, sec pi by 2 plus x is negative cosec x, cot pi by 2 plus x is negative tan x. ഇത് ഓരോ പ്രാവശ്യവും ഡിറൈവ് ചെയ്യേണ്ട, അതുപോലെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കൊരു എളുപ്പവഴി യൂസ് ചെയ്യാം. പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയുടെ കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും വരിക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് എന്നുള്ള സിമ്പൽ കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കുക പൈ ബൈ 2 പ്ലസ് എന്നല്ലേ, അപ്പോൾ അവിടെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈൻ വരുമ്പോൾ അതിൻ്റെ കോ ഫങ്ഷനായിട്ട് മാറ്റി എഴുതണം. അതേപോലെ ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും വരുമ്പോൾ അതിൻ്റെ കോ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതുക. സൈൻ ആണെങ്കിൽ കോസ് ആവും, കോസ് ആണെങ്കിൽ സൈൻ ആവും. ടാൻ ആണെങ്കിൽ അത് കോട്ടാവും, കോട്ടാണെങ്കിൽ ടാൻ ആവും. കൊസീക്ക് ആണെങ്കിൽ സീക്ക് ആവും, സീക്ക് ആണെങ്കിൽ കൊസീക്ക് ആവും. സിമ്പിൾ മാത്രം ശ്രദ്ധിക്കുക. അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. പിന്നെ ഓരോ ഫംഗ്ഷനെയും അതിൻ്റെ കോ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതാം. നെക്സ്റ്റ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് പൈ മൈനസ് തീറ്റ. ഇത് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കണം എന്നില്ല, ഇങ്ങനെ നോക്കുക ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക എന്നുള്ളത്. പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യാണ്,
അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റാണ് വരിക. അപ്പോൾ സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ് കൊടുക്കേണ്ടത്, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ്. പിന്നെ ഇവിടെ 180 മൈനസ് എന്നാണ് വന്നിരിക്കുന്നത്, പൈ മൈനസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യേണ്ട, ഏത് ഫംഗ്ഷനാണോ വന്നിരിക്കുന്നത് ആ ഫംഗ്ഷൻ തന്നെ എഴുതുക. സൈൻ സിമ്പൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും പോസിറ്റീവാണ്, ബാക്കിയൊക്കെ നെഗറ്റീവ് കൊടുക്കുക. Therefore sin pi minus theta equal to sin theta, cos pi minus theta equal to negative cos theta, tan pi minus theta equal to negative tan theta, cosec pi minus theta equal to cosec theta, sec pi minus theta equal to negative sec theta, cot pi minus theta equal to negative cot theta. നെക്സ്റ്റ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് പൈ പ്ലസ് തീറ്റ. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. 180യുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും ആണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ഫോർമുല ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പൈ പ്ലസ് തീറ്റ എന്നാണ്, പൈയുടെ മൾട്ടിപ്പിളാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫങ്ഷൻ ചേഞ്ച് ചെയ്യേണ്ട. സിമ്പിൾ ടാനും കോട്ടും പോസിറ്റീവ് ആയ കാരണം അത് മാത്രം പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. സൈൻ പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് സൈൻ തീറ്റ, കോസ് പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് കോസ് തീറ്റ, ടാൻ പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ, കൊസീക്ക് പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് കൊസീക്ക് തീറ്റ, സീക്ക് പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് സീക്ക് തീറ്റ, കോട്ട് പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ. ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യണില്ല, സിമ്പിൾ ശ്രദ്ധിക്കുക. തേർഡ് ക്വാഡ്രൻറ്റിലുള്ള ആംഗിളായിരിക്കും. അപ്പോൾ ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. നെക്സ്റ്റ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് 3π/2 മൈനസ് തീറ്റ. 3π/2 എന്ന് പറയുമ്പോൾ 270 ഡിഗ്രിയാണ്. 270 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്താൽ അത് തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും പോസിറ്റീവ്. പിന്നെ 3π/2 എന്ന് പറയുമ്പോൾ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആണ്. അപ്പോൾ കോ ഫങ്ഷനായിട്ട് മാറ്റി എഴുതണം. സൈൻ 3π/2 മൈനസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് കോസ് തീറ്റ, കോസ് 3π/2 മൈനസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് സൈൻ തീറ്റ, ടാൻ 3π/2 മൈനസ് തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ, കൊസീക്ക് 3π/2 മൈനസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് സീക്ക് തീറ്റ, സീക്ക് 3π/2 മൈനസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് കൊസീക്ക് തീറ്റ, കോട്ട് 3π/2 മൈനസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. Next we will find the trigonometric functions of 3π/2 plus theta. 3π/2 എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി. 270 ഡിഗ്രിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻ്റാണ് വരിക. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. പിന്നെ 3π/2 എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആണ്. ഇപ്പോൾ ഫംഗ്ഷൻ മാറ്റി അതിൻ്റെ കോ ഫംഗ്ഷൻ എഴുതണം. ഇപ്പോൾ സൈൻ 3π/2 പ്ലസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് കോസ് തീറ്റ, കോസ് 3π/2 പ്ലസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ, ടാൻ 3π/2 പ്ലസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് കോട്ട് തീറ്റ, കൊസീക്ക് 3π/2 പ്ലസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് സീക്ക് തീറ്റ, സീക്ക് 3π/2 പ്ലസ് തീറ്റ ഈക്വൽ ടു കൊസീക്ക് തീറ്റ, കോട്ട് 3π/2 പ്ലസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് ടാൻ തീറ്റ. Next we will find the trigonometric functions of ആംഗിൾ 2π മൈനസ് തീറ്റ. 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവാണ്. പിന്നെ 2π എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണല്ലോ. അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യേണ്ട. സൈൻ 2π മൈനസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് സൈൻ തീറ്റ, കോസ് 2π മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ, ടാൻ 2π മൈനസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് ടാൻ തീറ്റ, കൊസീക്ക് 2π മൈനസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് കൊസീക്ക് തീറ്റ, സീക്ക് 2π മൈനസ് തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ, കോട്ട് 2π മൈനസ് തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് കോട്ട് തീറ്റ. നെക്സ്റ്റ് വി വിൽ ഫൈൻഡ് ദ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് ആംഗിൾ 2π പ്ലസ് തീറ്റ. 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരിക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവാണ്. പിന്നെ 2π എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണല്ലോ, അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യണ്ട. സൈൻ 2π പ്ലസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ, കോസ് 2π പ്ലസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ, ടാൻ 2π പ്ലസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ, കൊസീക്ക് 2π പ്ലസ് തീറ്റ ഈക്വൽ ടു കൊസീക്ക് തീറ്റ, സീക്ക് 2π പ്ലസ് തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ, കോട്ട് 2π പ്ലസ് തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ. അപ്പം ഇത്രയും ഫോർമുലകൾ പഠിക്കാനുള്ളതാണ്, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല.
അത് ഏത് ക്വാഡ്രൻറ്റിലാന്ന് നോക്കിയിട്ട് സിമ്പിൾ ശ്രദ്ധിക്കുക. പിന്നെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 വരുമ്പോൾ 3π/2 അതുപോലെ 1π/2 വരുമ്പോൾ ആണ് ഫംഗ്ഷൻ കോഫംഗ്ഷനാക്കി മാറ്റി എഴുതുന്നത്. ബാക്കിയുള്ള കേസിൽ അതേ ഫംഗ്ഷൻ തന്നെ എഴുതിയാൽ മതി. Next we will find the formulae for sin 2x, cos 2x and tan 2x. Sin 2x equal to sin x plus x. 2xനെ x plus x എന്ന് എഴുതാം. എന്നിട്ട് sin x plus yയുടെ ഫോർമുല അപ്ലൈ ചെയ്യാണ്. Then we get sin x into cos x plus cos x into sin x. അപ്പോൾ രണ്ട് ടേമും സെയിം ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 sin x cos x എന്ന് കിട്ടും. That is sin 2x equal to 2 sin x cos x. ഇനി cos 2xന് നമുക്ക് cos x plus x എന്ന് എഴുതാം. cos x plus yയുടെ ഫോർമുല അപ്ലൈ ചെയ്താൽ cos x into cos x മൈനസ് sin x into sin x എന്ന് കിട്ടും. ദാറ്റ് ഈസ് cos square x മൈനസ് sin square x. അപ്പോൾ cos 2xൻ്റെ ഫോർമുല cos square x മൈനസ് sin square x. Now we will find one more formula for sin 2x. sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണ്. അപ്പോൾ നമ്മളതിന് 2 sin x cos x ഡിവൈഡഡ് ബൈ 1 എഴുതിയിട്ട് 1ന് cos square x പ്ലസ് sin square x എന്ന് കൊടുക്കുകയാണ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട്. ഇനി ത്രൂ ഔട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 sin x cos x ബൈ cos square x whole divided by cos square x by cos square x plus sin square x by cos square x എന്ന് കിട്ടും. നമ്മളിത് ചെയ്യണത് ടാൻ്റെ ടേംസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു cos x ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 2 sin x by cos x എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 tan x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് tan square x എന്ന് കിട്ടും. അപ്പോൾ sin 2xൻ്റെ ഫോർമുലയാണ് 2 tan x by 1 plus tan square x. അത് ടാൻ്റെ ടേംസിലുള്ള ഫോർമുല യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യണം. Now we will find another formula for cos 2x. We have cos 2x equal to cos square x minus sin square x. ഇനി നമ്മൾ കോസിൻ്റെ ടേംസിലുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ sin square xന് 1 minus cos square x എന്ന് കൊടുക്കാം. Then we get cos square x minus ബ്രാക്കറ്റിൽ 1 minus cos square x എന്ന് കൊടുത്തു. ഇനി ബ്രാക്കറ്റ് മാറ്റുമ്പോൾ cos square x minus 1 plus cos square x എന്ന് കിട്ടും. അതിൽ cos square x plus cos square xന് 2 cos square x എന്ന് കൊടുക്കാം മൈനസ് 1. അപ്പോൾ cos 2xൻ്റെ ഒരു ഫോർമുലയാണ് 2 cos square x മൈനസ് 1. അതുപോലെ തന്നെ cos 2xന് സൈൻ്റെ ടേംസിലൊരു ഫോർമുല ഡിറൈവ് ചെയ്യാം. cos 2xൻ്റെ ഫോർമുല ഇതാണ് cos square x മൈനസ് sin square x. അതിൽ cos square xന് 1 മൈനസ് sin square x എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് sin square x മൈനസ് sin square x എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് 2 sin square x. അപ്പോൾ cos 2xന് 3 ഫോർമുല നമ്മൾ പഠിച്ചു. cos square x മൈനസ് sin square x, 2 cos square x മൈനസ് 1, പിന്നെ 1 മൈനസ് 2 sin square x. ഇനി cos 2xൻ്റെ ഒരു ഫോർമുലയും കൂടി നോക്കാം ടാൻ്റെ ടേംസിലുള്ളത്. We have cos 2x equal to cos square x minus sin square x. That is cos square x minus sin square x whole divided by 1. Instead of 1 we write cos square x plus sin square x. Then we get cos square x minus sin square x divided by cos square x plus sin square x. Now divide both numerator and denominator by cos square x. Then we get cos square x by cos square x minus sin square x by cos square x whole divided by cos square x by cos square x plus sin square x by cos square x. That is equal to 1 minus tan square x divided by 1 plus tan square x. Now I will find the formula for tan 2x. Tan 2x equal to tan x plus x. Now use the formula of tan x plus y. Then we get tan x plus tan x divided by 1 minus tan x into tan x. That is 2 tan x divided by 1 minus tan square x. tan 2x കിട്ടാൻ sin 2x by cos 2x ചെയ്താലും മതി. രണ്ടിൻ്റെയും ഫോർമുല ടാൻ്റെ ടേംസിലുള്ളത് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫോർമുല തന്നെ വരും. Therefore tan 2x equal to 2 tan x divided by 1 minus tan square x. Now we will find the formula for sin 3x, cos 3x and tan 3x. Sin 3x can be written as sin of 2x plus x. Now use the formula of sin x plus y. Then we get sin 2x into cos x plus cos 2x into sin x.
നമ്മളിനി സൈൻ 3x സൈൻ്റെ ടേംസിലുള്ള ഫോമുലയാണ് ഡിറൈവ് ചെയ്യാൻ പോണത്. അപ്പോൾ സൈൻ 2xന് 2 sin x cos x എന്നും cos 2xന് 1 - 2 sin square x എന്നുള്ള ഫോമുലയും കൊടുക്കണം. ദാറ്റ് ഈസ് 2 sin x cos x ഇൻറ്റു cos x പ്ലസ് 1 - 2 sin square x ഇൻറ്റു sin x. ഇനി ആദ്യത്തെ ടേമിൽ 2 sin x ഇൻറ്റു cos square x എന്നാണ് വരിക. അതിൽ cos square xന് 1 - sin square x എന്നുള്ള ഫോമുല കൊടുക്കുക. പ്ലസ് സെക്കൻഡ് ടേമിൽ ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ sin x - 2 sin cube x എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് മാറ്റുക ഫസ്റ്റ് ടേമിൽ. അപ്പോൾ 2 sin x - 2 sin cube x പ്ലസ് sin x - 2 sin cube x എന്ന് വരും. നൗ 2 sin x പ്ലസ് sin x ഈസ് 3 sin x മൈനസ് 2 sin cube x -2 sin cube x ഒരുമിച്ചാക്കുമ്പോൾ -4 sin cube x എന്ന് വരും. ഇതാണ് sin 3xൻ്റെ ഫോമുല. sin 3x ഈക്വൽ ടു 3 sin x - 4 sin cube x. Next we will find the formula for cos 3x. Cos 3x equal to cos 2x plus x. Now apply the formula of cos x plus y. Then we get cos 2x into cos x minus sin 2x into sin x. ഇനി cos 2xന് 2 cos square x minus 1 എന്നുള്ള ഫോമുലയും sin 2xന് 2 sin x cos x എന്നുള്ള ഫോമുലയും കൊടുക്കണം. Then we get 2 cos square x minus 1 into cos x minus 2 sin x cos x into sin x. ഇനി ഫസ്റ്റ് ടേമിൽ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 2 cos cube x minus cos x എന്ന് വരും. മൈനസ് 2 cos x into sin square x എന്നാണ് വരിക. അതിൽ sin square xന് 1 - cos square x എന്ന് കൊടുക്കുക. Now this is equal to 2 cos cube x minus cos x minus 2 cos x plus 2 cos cube x എന്നാവും ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 cos cube x plus 2 cos cube x 4 cos cube x ആവും. മൈനസ് cos x മൈനസ് 2 cos x ഒരുമിച്ചെടുക്കുമ്പോൾ -3 cos x എന്നായിരിക്കും. Therefore cos 3x is equal to 4 cos cube x minus 3 cos x. Now we will find the formula for tan 3x. Tan 3x is equal to tan 2x plus x and it is equal to tan 2x plus tan x divided by 1 minus tan 2x into tan x. Tan x plus y യുടെ ഫോമുല യൂസ് ചെയ്തേക്കാണ്. And it is equal to tan 2xന് again ഫോമുല അപ്ലൈ ചെയ്യുക. 2 tan x divided by 1 minus tan square x plus tan x divided by 1 minus tan 2xന് ഫോമുല അഗെയിൻ കൊടുത്തു 2 tan x by 1 minus tan square x into tan x. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിലും നമ്മൾ LCM എടുക്കണം, ഡിനോമിനേറ്ററിലും LCM എടുക്കണം. രണ്ടോടത്തും LCM വരുന്നത് 1 minus tan square x ആണ്. Then we get 2 tan x plus tan x into 1 minus tan square x divided by 1 minus tan square x whole divided by 1 minus tan square x minus 2 tan square x divided by 1 minus tan square x. ഇനി ന്യൂമറേറ്ററിൽ എടുത്ത LCM 1 minus tan square x ഡിനോമിനേറ്ററിൽ എടുത്ത LCM 1 minus tan square x ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 2 tan x plus tan x minus tan cube x ബ്രാക്കറ്റ് മാറ്റുമ്പോൾ കിട്ടും ഡിവൈഡഡ് ബൈ 1 minus tan square x minus 2 tan square x. ഇനി സിംപ്ലിഫൈ ചെയ്താൽ 3 tan x minus tan cube x ഡിവൈഡഡ് ബൈ 1 minus 3 tan square x എന്ന് കിട്ടും. ഇതാണ് tan 3xൻ്റെ ഫോമുല. tan 3x is equal to 3 tan x minus tan cube x ഡിവൈഡഡ് ബൈ 1 minus 3 tan square x. അപ്പോൾ ഇത്രയും ഫോമുല നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. 2xൻ്റെ സൈന് കോസ് ടാന്, അതേപോലെ 3xൻ്റെയും സൈന് കോസ് ടാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇതേപോലെ പൈ പ്ലസ് തീറ്റ, പൈ മൈനസ് തീറ്റ, പൈ ബൈ 2 മൈനസ് തീറ്റ, പൈ ബൈ 2 പ്ലസ് തീറ്റ, 3 പൈ ബൈ 2 മൈനസ് തീറ്റ, 3 പൈ ബൈ 2 പ്ലസ് തീറ്റ, 2 പൈ മൈനസ് തീറ്റ, 2 പൈ പ്ലസ് തീറ്റ, ഇതിൻ്റെയൊക്കെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഫോമുലകളും പഠിക്കാനുള്ളതാണ് നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ എല്ലാതും എഴുതി പഠിക്കുക. ഇത്രയും ഫോമുലകൾ നന്നായി പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇനിയും കുറച്ച് ഫോമുലകളും കൂടി നമുക്കുണ്ട്. അപ്പോൾ നന്നായി എഴുതി പഠിക്കുക ഓരോ ഫോമുലകളും, എന്നാലേ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലോഗരിതമിക്കിൽ ഇതിൽ ചില ഫോമുലകളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ എക്സിനും വൈക്കും പകരം തീറ്റ 5 എന്നോ അല്ലെങ്കിൽ AB എന്നൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾ എന്തായാലും ഫോമുലകൾ എഴുതി പഠിക്കുക. ഒരു ബുക്ക് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഫോമുലകൾക്ക്.
അതിൽ എല്ലാ ഫോർമുലകളും എഴുതി വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കുക, കാണാതെ എഴുതി നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഇത്രയും ഫോർമുലകൾ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിന് ഇരിക്കാനായിട്ട് കേട്ടോ. ഓക്കെ.